അതെ, ഇങ്ങനെയല്ല, ഇങ്ങനെ 5 പേരിലും ചേർത്ത് വെച്ച് നല്ല സ്മാർട്ടായിട്ട്. സീലടോ സാർ. ഇതൊന്ന് പോളിഷ് ചെയ്ത് വെക്കാൻ പാടുള്ളൂ. ഇവിടെ ഏതെങ്കിലും തെണ്ടിക്ക്. അയ്യോ, ഞാൻ ഇപ്പൊ തന്നെ പോണോ. വെരി ഗുഡ്. ഒരല്പം കൂടെ ഒന്ന് പരിശ്രമിച്ച് ഒന്നുകൂടെ ഒന്ന് ഉന്നം പിടിച്ചറിഞ്ഞാൽ മതിയടോ. നല്ല കൃത്യമായിട്ട് ചെന്ന് കൊണ്ടോളും രാഷ്ട്രപിതാവിന്റെ നെഞ്ചത്ത്. അതങ്ങ് തുപ്പിക്കളയടോ. എടോ, ആ വായി തള്ളി കെട്ടിയിരുന്ന കോല് തുപ്പിക്കളയാൻ. ഇദ്ദേഹം ഇങ്ങോട്ട് ഇരിക്കാം സാർ. ഞാൻ ഫിറോസ് മുഹമ്മദ്, SP. തന്നെ അന്വേഷിച്ച് പലതവണ വിളിച്ചിരുന്നു ഇവിടെ. ഐ വാസ് ഓൺ ഡ്യൂട്ടി സർ. ഐ സി. എന്ത് ഡ്യൂട്ടി സാർ? മറ്റേ ബ്യൂട്ടി പാർലർ വാണിഭ കേസിലെ 7ാം പ്രതി ഒരു ഇപ്പോഴത്തെ നമ്മുടെ സർക്കാരിന്റെ കനിഞ്ഞനുഗ്രഹം കൊണ്ട് പ്രതിസ്ഥാനത്ത് നിന്ന് പേര് വെട്ടി കിട്ടിയ മുൻ മന്ത്രിക്ക് പകരം പ്രതിയായവൻ. ഭാവം ജമാൽ വർമ്മിൽ ഹസൻ കോയ. മറ്റേ മാമ അവൻ ഇവിടെ മട്ടാഞ്ചേരിയിൽ ഒരു ഗുണ്ടിൽ ഒളിവിൽ ഇരിപ്പുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ട് കോഴിക്കോട് നിന്ന് DYSP വിളിച്ചു പറഞ്ഞിരുന്നു സാർ. എന്നിട്ട് ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കം ഒളിച്ചിരുന്ന് ഒറ്റുവല വെച്ച് നോക്കി, വീണില്ല. ഇനിയിപ്പൊ രണ്ടാമത് ഒന്നും കൂടി പൊത്തി നോക്കണം. വീഴുവോന്നല്ലേ? വീഴും സാർ. സാർ എന്നാ പിന്നെ ഡ്യൂട്ടി ഉള്ളല്ലേ? ചെല്ല് സാർ. എടോ വാഴക്കാലി സാർ. കറക്കി കുത്തു പഠിച്ചിട്ടുണ്ടോ താൻ? ഇല്ല സാർ. എന്നാ ഞാൻ പഠിച്ചിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല സാർ. എന്നിട്ട് ഇന്നലെ എത്ര രൂപ പോയടോ എനിക്ക് ക്ലബില്, റമ്മി ടൂർണമെന്റില്? 67 അതോ 68,000? ഞാനിതെങ്ങനെ ഗ്രഹിച്ചു എന്നല്ലേ? നിസ്സാരാടോ, ചുമ്മാ കറക്കി കുത്തിയാ മതി. എടോ വാഴക്കാലി, തന്നെയൊക്കെ പോലെ രാവും പകലും ആഫീസിൽ ഇരിപ്പുറയ്ക്കാത്ത പോലീസ് ഏമാർക്ക് പിന്നെ 3 ഹൈഡൌട്ട്സേ ഉള്ളൂ മെയിനായിട്ട്. ഒന്നുകിൽ ജൂറിസ്ഡിക്ഷനിൽ ഏറ്റവും മുന്തിയ ബാർ ഹോട്ടൽ, അതല്ലെങ്കിൽ പിന്നെ വീട്ടിൽ തന്നെ നല്ല കിളിന്ത് പെമ്പിളേരെ സ്റ്റോക്ക് ചെയ്ത് വെച്ചുപാണിപം നടത്തുന്ന ചില പെശക ചേട്ടത്തിമാരുടെ അടുക്കള ചായ്പ്, അതുമല്ലെങ്കിൽ പിന്നെ ചുറ്റുവട്ടത്തുള്ള ദിവ്യന്മാരായ രാക്കോഴികളുടെ ചീട്ടുകളി ക്ലബ്ബ്. 3 തന്നെ തപ്പിയിട്ട എന്റെ വരവ്. എന്നിട്ടിപ്പോ പോയ കാശ് തിരിച്ചു പിടിക്കാനുള്ള ടെൻഷനില് ഇവിടെ വന്ന് ഇന്നത്തെ കളക്ഷൻ വാരിയെടുത്തുകൊണ്ടുള്ള പോക്ക ക്ലബിലേക്ക്, അല്ലേടോ? എന്നിട്ട് ഇപ്പൊ എത്ര കാണും പോക്കറ്റില്? ഇല്ല സാർ, ഇത് ഞാൻ ബാങ്കിൽ നിന്ന് എടുക്കണോ? എടുക്കാൻ തിരിച്ചു പിടിക്കണോ? ഹരിവംശിലാൽ പന്നാലാൽ ആൻഡ് കോ, ഫൈനാൻസിയേഴ്സ് ആൻഡ് പോൺ ബ്രോക്കേഴ്സ്. ഇയാൾ ഏതാണ്ട് ഒരു പഴയ സ്മഗ്ലർ അല്ലടോ ഈ പന്നിലാൽ? അല്ല. അതെ സാർ. ഓ, അപ്പൊ താനും വാങ്ങിച്ച് പോക്കറ്റിൽ തള്ളി കയറ്റി വെച്ചിട്ടുണ്ട് പന്നലാലിന്റെ കാശല്ലേടോ? അയ്യോ സാർ. വേണ്ട വേണ്ട, എടുക്കരുതേ സാർ. അപ്പൊ വാഴക്കാലി സാർ, തന്നെ ഇവിടെ തന്റെ കീഴ് ജീവനക്കാരുടെ മുമ്പിൽ നിന്ന് ബലമായിട്ട് വിളിച്ചിറക്കിക്കൊണ്ട് പോകണില്ല ഞാൻ. സാർ. സോ കമാൻഡ് മീറ്റ് മീ നാളെ രാവിലെ കൃത്യം 10 മണിക്ക് എന്റെ ഓഫീസിൽ. ശേഖരൻ കേസിൽ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി വെച്ച ഫസ്റ്റ് ഓഫീസർ എന്ന നിലയ്ക്ക് തന്നോട് ചിലത് ചോദിച്ചറിയാനുണ്ട് എനിക്ക്. SME ഇൻട്രോഗേഷൻ. സാർ, നാളെ രാവിലെ എനിക്ക് കോടതിയിൽ ഒരു കേസ് വെച്ചിട്ടുണ്ടെന്നല്ലേ? അവധിക്ക് ഒരു അപേക്ഷ എഴുതി കൊടുക്കാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ APPയോട്. സാർ. പിന്നെ ഒരു സ്മോൾ അഡ്വൈസ്. വെച്ച് നീട്ടുന്ന ഏത് നാറിയാണെന്നല്ല വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഇങ്ങനെ വാരി വലിച്ച് നക്കാൻ. ഇല്ലെങ്കിലേ ചിലപ്പോ ദഹിക്കുകയല്ല, അജീർണം പിടിക്കും. അജീർണം മനസ്സിലായോട്? ഓ പോട്ടെ സാർ. അതെ, ഞാൻ ഇവിടെ വന്ന് കേറിയിട്ടിപ്പോ ഈ ഒച്ചയില്ലാതെ തെറി പറഞ്ഞതും കൂടെ കൂട്ടി ഇത് 4ാമത്തെ തവണയാ താൻ എന്നെ ഈ പല്ല് ഞെരിച്ച് പേടിപ്പിക്കുന്നത്. ഇനി ഒരു തവണ കൂടെ എന്റെ മുമ്പിൽ ഈ പല്ല് ഞെരിച്ചാലുണ്ടല്ലോ, നിന്റെ ഈ പൊത്തേമാരി പോലുള്ള ശരീരം കുത്തിപ്പിടിച്ചൊറ്റ പൊക്ക് നോക്കിയിട്ട് ഈട്ടിച്ചതിന്റെ മോനയുടെ ബോൾട്ടടക്കം ഞാൻ കേട്ടോ. കൊള്ള മോനെ. അപ്പോ നാളെ കൃത്യം 10 മണിക്ക്. നമ്മുടെ പുറകിലത്തെ കുളത്തിൽ ഇപ്പോഴും പണ്ടത്തെ പോലെ വരാലിന്റെ നല്ല കിളയുണ്ടോ എന്തോ? അയ്യോ വേണ്ട വേണ്ട, വാളമ്പിളി വയറ്റി പിടിക്കത്തില്ല, വറുത്തരച്ചാ മതി. അയ്യോ, ഇവിടെ നമ്മുടെ ഡ്രൈവർ വന്നിട്ടില്ലല്ലോ. വേണ്ട, പകരം വേറൊരാളുണ്ട്, ഞാൻ അങ്ങോട്ടേക്കാം. ജീപ്പിലിടോ? ഉണ്ട് സാർ. അയ്യോ, വേറെ ഡ്രൈവർ അല്ല, ഇതിന്റെ ഒരു സർക്കിളാ. ഓക്കെ ഓക്കെ എടുത്തി. ഓക്കെ. നമ്മുടെ കള്ളനോട്ട് കേസിൽ സബ് ജയിലിൽ കിടക്കുന്ന സത്യപാലം കോൺട്രാക്ടറിലോ, അയാളുടെ മെമ്പർ നോത്തിയാ സാർ. താൻ പോണ വഴിക്ക് അവിടെ ഒന്ന് കേറിയിട്ട് തിരിച്ച് നേരെ ഇങ്ങോട്ട് വരണം സാർ. അവരൊരു 6 റുപ്പീസ് സ്കോച്ച് തരും, പിന്നെ മീൻകറിയും, ഒരേടെ നിറച്ച് വാഴയാ.
കൊലപണി കണ്ടിട്ട് താനും പിടിക്കോ. സാർ അത് അയാൾ അകത്ത് കിടക്കല്ലോ. സാർ ഇപ്പൊ എന്നാ ചോദിച്ചാലും എടുത്തു തരും ചേട്ടത്തി. പേടിയാ. എക്സ്ക്യൂസ് മീ സാർ. ഗുഡ് മോർണിംഗ് സാർ. ഇങ്ങ് വാടോ. സാർ എന്തിനാ വിളിപ്പിച്ചെന്ന് മനസ്സിലായി ഫിറോസിനെ? ഇല്ല സാർ. താനെന്താ വലിയ തമാശക്കാരനാ? ഏയ് എന്താ സാർ? അല്ല, ഇന്നലെ താൻ ചില തമാശകൾ കാണിച്ചു പറഞ്ഞ ഇയാളുടെ ഓഫീസിൽ. അത് തമാശയല്ല സാർ. ഐ വാസ് വെരി സീരിയസ്. നിർത്തണം. സാർ താനെന്താ വലിയ ചട്ടമ്പിയാ? ഏയ് അങ്ങനെയൊന്നുമില്ല സാർ. പിന്നെന്താടോ ഒരു സബോർഡിനേറ്റിന്റെ മുന്നിൽ വെച്ച് ഇയാളുടെ ഉടുപ്പിനെ കുത്തി പിടിച്ചതാൻ? എടോ ചോദിച്ചത് കേട്ടില്ല തന്നോട്. പിടിച്ചോന്ന്. പോവ് സാർ. പിടിച്ചു. ബ്ലഡി പോക്കത്ര കാണിച്ചതും പറ ഞെളിഞ്ഞെന്ന് ഉത്തരം പറയുന്നു. സ്റ്റോപ്പ് ഇറ്റ്. സാർ അവനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. എടോ എന്റെ തലക്ക് മുകളിൽ കയറി നിന്നെ നാറ്റിക്കാനല്ല, താഴെ ഇരുന്ന് മര്യാദയ്ക്ക് കേസന്വേഷണം നടത്താനാണ് തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുപ്പിച്ചത്. അങ്ങ് തലസ്ഥാനത്ത് നിന്ന്. എന്താ സംശയമുണ്ടോ എനിക്ക്? ഇല്ല സാർ, മനസ്സിലായി. ആ എവിടെ എന്തൊക്കെ അന്വേഷിക്കണം, എങ്ങനെയൊക്കെ അന്വേഷിക്കണമെന്ന് കൃത്യമായ അക്കവും അടിവര വിട്ടങ്ങ് പറഞ്ഞു തരും. അത് അക്ഷരം പ്രതി അനുസരിച്ച് അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് ഇരുന്നോളാം. സാർ അല്ലാതെ ചുമ്മാ കയറി ഓർസ് മാറ്റ് കളിച്ചാലുണ്ടല്ലോ അന്ന് അഴിച്ചൊപ്പിക്കാൻ തന്നെ ഈ തൊപ്പിയും കുപ്പായും സകലതും സാർ സകല വഴക്കേം. സാർ ആ പോട്ടെ. യു ക്യാൻ റിലാക്സ് നൗ. സാർ എടോ ഫിറോസേ, സാർ അനിയ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലടോ ഞാൻ. പക്ഷെ എന്റെ കീഴിലുള്ളവര് അങ്ങ് കോൺസ്റ്റബിൾ തൊട്ട് മേലോട്ട് സകലവന്മാരും നല്ല ഒത്തൊരുമയോടുകൂടി പോണം. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പരസ്പരം സഹായിച്ച് പരസ്പരം റെസ്പെക്ട് ചെയ്ത് പ്രശ്നങ്ങളില്ലാതെ. അല്ലടോ വാഴക്കാലി? യെസ് സാർ. ആ എന്താ അനിയ സഹകരിച്ച് പോകാലോ ഇനി അങ്ങോട്ട് അല്ലേ? ഇല്ല സാർ, പറ്റില്ല, ബുദ്ധിമുട്ടാണ്. എന്താടോ എന്താ പറഞ്ഞ? ദാ ഇവനെ പോലുള്ള പരമ ചെറ്റകളോടൊക്കെ സഹകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്. സ്റ്റോപ്പ് ഇറ്റ് ബ്ലഡി. ആ ചുമ്മാ കൊരക്കല്ലേ സാറേ, പറഞ്ഞോട്ടെ. അതെ, ഈ വ്യഭിചരിക്കാൻ ഇറങ്ങുന്ന ചില പകൽമാന്യന്മാര് ഉടുത്തിരിക്കുന്ന ചീലയഴിച്ച് തലവഴി മൂടുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ സാർ. അതുപോലെ പലതും മറയ്ക്കാനും മൂടിപ്പിടിക്കാനും വേണ്ടിയിട്ട് യൂണിഫോം ഇടുന്ന സാറിനെ പോലുള്ള ഒരു കുറച്ചാല് ഹൂ വിൽ ബോദർ സർ? അതിന് ഡിപ്പാർട്ട്മെന്റിന്റെ ചോറ് തിന്നുന്ന സർവീസ് നായ്ക്കളുണ്ടല്ലോ, പോലീസ് ഡോഗ്സ്, അവര് കുറയ്ക്കുന്ന വില പോലും കൽപ്പിച്ചു കൊടുക്കുകയില്ല ആണൊരുത്തനും. അതെ സഭാപതി സാറേ, കേട്ട് കാണും. സർവീസിൽ കയറി ചുരുങ്ങിയ കാലം കൊണ്ട് ഈ ഫിറോസ് സംഘടിപ്പിച്ചെടുത്ത 3 സസ്പെൻഷൻ 3 ദാ ഇതിനാ ഇങ്ങനെ മേലുദ്യോഗസ്ഥന്മാരുടെ മൂക്കിന് കേട്ടോ സാർ. ഒരു 10-14 വയസ്സ് വരെ ഈ കൊച്ചിയിലെ ചില അറാം പറഞ്ഞ കാക്കാപ്പിള്ളേരുടെ ഇടയിൽ കിടന്ന് കൊണ്ടും കൊടുത്തും വളർന്നാ ഞാൻ. സ്നേഹിച്ചാ നക്കിക്കൊല്ലും, ഇല്ലെങ്കിൽ പാതിരെ നോക്കി പീച്ചങ്കത്തി കയറ്റി ഞാൻ. അതാ നമ്മുടെ സ്റ്റൈല്. സോ സാറായിട്ട് ഇനി എന്നെ നിർബന്ധിക്കരുത്. ഈ 3ന്റെ പുറത്ത് 4ാമതൊരു സസ്പെൻഷൻ കൂടെ വാങ്ങിച്ചെടുക്കാൻ ഉപദ്രവിക്കരുത്. താങ്ക് യു സാർ. Wow, what a man, Dad. നല്ല അസലാണത്തമുള്ളാണ്. Oh, the real macho. I just love him, Dad. But look, Dad. ഇത് ഡാഡി കാണിക്കുന്ന പോലെ ഫേക്ക് അല്ല ഡാഡ്. ദേ ശരിക്കും ദേ എന്റെ രോമം എഴുന്നേറ്റ് വരുന്നു ഡാഡ്. നോക്കൂ ഡാഡ്. ബട്ട് പ്ലീസ് ഡാഡ്, ജീവിതത്തിൽ ഒരിക്കല് ഒരൊറ്റ തവണ ദാ ലൈക്ക് ഹിം നല്ല നട്ടലുള്ള ഒരു ആണാവണമെന്ന് കൊതി തോന്നണില്ലേ എന്റെ പൊന്ന് ഡാഡിക്ക്? ജസ്റ്റ് ഫോർ വൺസ്, ഒരേ ഒരു തവണ. Yep, that's it man. You did it for once. നല്ല സ്റ്റൈലനാണ്. And I love you for that. ഓ, ഇങ്ങനൊരു അടി ഈ ഡാഡി നേരത്തെ തന്നിരുന്നെങ്കിൽ ഞാൻ എന്നെ നന്നായി പോയേനെ അല്ലേ ഡാഡ്? എനിവേ, better late than never. Bye dad. Excuse me please. യെസ് എന്നോട് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. യാ കമൻ. ദാ കണ്ടില്ലേ, പഴയ വിൻസെന്റ് പീറ്റർ കേസ് മുതൽ ഇങ്ങോട്ട് ജാഗ്രതയിൽ അച്ചടിച്ചു വന്ന ഓരോ സെൻസേഷണൽ റിപ്പോർട്ടിലും ഉണ്ട് എന്തൊക്കെയോ എവിടേക്കോ ചെന്ന് കൊള്ളുന്ന ചില ധ്വനികൾ. പക്ഷെ ശേഖരേട്ടന്റെയും ഹരിദാസിന്റെയും മർഡറുമായി ബന്ധപ്പെട്ട് ഇവയിൽ ഏതിലെങ്കിലുമൊക്കെ എന്തെങ്കിലും ചില ഡെഫിനറ്റ് ലീഡ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ബട്ട് ജസ്റ്റ് ഒരു എന്താ പറയാ, തോന്നൽ, ആരോമിന്ദ്രിയം or extra sensory perception. യെസ് കുഡ് ബി. പിന്നതാ കേസ് സംബന്ധിച്ച ഫയൽസ്, ഓൾ വാട്ട് ഐ കുഡ് ഗ്യാദർ.
But why? ഹ, പറഞ്ഞില്ലേ ഈ കേസിൽ യു ആർ അസൈൻഡ് ടു ഡു ദ ഫോളോ അപ്പ് ഫോർ കേരള രശ്മി. Hey, ശരിക്കും? യെസ് ആൻഡ് ലിസൺ, പത്രമുതലാളി പരമ്പരയുടെ പ്രിവിലേജസും പാട്ടത്തിൽ ഫാമിലിയുടെ കണ്ണിങ്ങും പിന്നെ പ്രായത്തിൽ കവിഞ്ഞ ബ്രില്യൻസും ഉണ്ടല്ലോ എന്ന് കരുതി നിനക്ക് ചെയ്യുന്ന സൗജന്യമൊന്നുമല്ലത്. ആൻഡ് അഗൈൻ, കേരള രശ്മിയിലെ കുട്ടിക്കാനം പോലെയുള്ള ഏതെങ്കിലും ഒരു സീനിയർ CID റിപ്പോർട്ടറെ ഇത് ഏൽപ്പിച്ചു കൊടുത്താൽ പഴയ ചാരക്കേസ് ലൈനിൽ കൽപ്പിത കഥകളും നുണകളും ചേർത്തെഴുതി പൊലിപ്പിച്ച് വേണ്ടി വന്നാൽ ഒരു 6 മാസം വായനക്കാരനെ വിഭ്രമിപ്പിക്കാൻ പോകുന്ന വിൽപ്പന ചരക്കുകളും ഉണ്ടാവും ഈ കേസിലെന്ന് അറിയാഞ്ഞിട്ടുമല്ല. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. മുമ്പ് ഹരിദാസിനെ കാണാനും അന്വേഷിച്ചു പിടിക്കാനും നീ കാണിച്ച ഇനിഷ്യേറ്റീവ്, അതിന്റെ പേരിലാണ് നിനക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി. സോ ഡു എ സ്ട്രേറ്റ് ജോബ് ആൻഡ് കീപ് മീ ടോൾഡ്. Sir. Yes. Yeah. One moment, please. Call for you. ഒരു ഫിറോസ്. Hi, Philo. Where the hell are you? You fool. Like hell you called me. 3 ദിവസം ഞാൻ കാത്തിരിക്കുന്നു നിന്റെ ഒരു ഫോണിന്. നിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ. Stupid. അച്ചായത്തി ഹമുക്കേ സ്റ്റുപ്പിഡ് നിന്റെ മറ്റേ കമാ ഗിവ് മീ വൺ. Hey, you. ഐ സെഡ് ഗിവ് മീ വൺ. ഓടാ അവിടുന്ന്. ഛീ. എടി ഹമുക്കേ ഒരു ഉമ്മ തരാൻ. ഇവിടുന്ന് ഉമ്മയൊന്നും തരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ. Look, I'm at my editor's office. Sorry. അതിനാരാടി ഇത്രയും മുഴുത്ത നിന്റെ എഡിറ്റർ? Look, Feroz, I'll get back to you. I said I'll get back to you. Get lost, you schmuck. He is, you know. Yes, I do know. നിന്റെ മറ്റവൻ അല്ലേ? അയ്യോ. ഫോണിൽ കൂടെ ഉമ്മ ചോദിക്കണമെങ്കിൽ പിന്നെ ആരാടിയത്? നിന്റെ മറ്റവനല്ലാതെ. പറയടി, ആരാവൻ? Feroz, my heart throb. But don't allow the kudichain, okay?